ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പി. തീരുമാനം അറിയിച്ചു. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഇ.പി. LDF കൺവീനർ സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധത CPM സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം ഇ.പി.യുടേതായി ലഭ്യമായിട്ടുണ്ടോ? കൃഷ്ണന്തു LDF കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ.പി. ജയരാജൻ ഇന്നലെ നടന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് സന്നദ്ധത അറിയിച്ചത്. സ്ഥാനം ഒഴിയണം എന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ ജയരാജൻ അറിയിച്ചിരുന്നുവെങ്കിലും അതിലൊരു തീരുമാനം പാർട്ടി എടുത്തിരുന്നില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ.പി. ജയരാജൻ BJP നേതാവായ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയത് വലിയ വിവാദമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ചർച്ചകൾ നടന്നു വരികയാണ്. ഇതിൽ ഇ.പിക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ചർച്ചകൾ മാറിയപ്പോൾ ആണ് ഇ.പി. ഈ കൺവീനർ സ്ഥാനം താൻ ഒഴിയുകയാണ് എന്ന് CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഇക്കാര്യം ഇ.പി. പറയുകയും ചെയ്തു. ഇന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇ.പി. ജയരാജൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ പ്രതികരണത്തിന് ആരാഞ്ഞുവെങ്കിലും അദ്ദേഹം കൃത്യമായൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അറിയില്ല, പാർട്ടിയോട് ചോദിക്കൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. പക്ഷേ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇ.പി. ജയരാജൻ ഈ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൺവീനർ സ്ഥാനത്ത് തന്നെ ഒഴിവാക്കി തരണം എന്ന് അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ കണ്ണൂർ വിഷൻ നൽകിയ ക്വസ്റ്റ്യൻ അവർ അഭിമുഖത്തിൽ ഇ.പി. ജയരാജനോട് ഇങ്ങനെ സ്ഥാനത്തേക്ക് തുടരുമോ എന്നുള്ള ചോദ്യത്തിന് അതൊക്കെ കാത്തിരുന്ന് കാണാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കിട്ടുന്ന പെൻഷനും വാങ്ങി വീട്ടിൽ ഇരുന്നാൽ എന്താ എന്ന ചിന്തയിലാണ് താൻ എന്നും നമ്മളോട് ഇ.പി. ജയരാജൻ തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കൺവീനർ സ്ഥാനം ഒഴിയാനുള്ള ഒരു സന്നദ്ധത ഇ.പി. പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം അത് അംഗീകരിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ഈ നടപടിയിലേക്ക് കൂടി പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട ഇ.പി. ജയരാജൻ താൻ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിയുകയാണ്, തന്നെ ഒഴിവാക്കി തരണം എന്ന് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിലൊരു അന്തിമ തീരുമാനം ഇന്ന് നടക്കുന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലാണ് ഉണ്ടാവുക. സംസ്ഥാന കമ്മിറ്റിയിൽ ഇ.പി. ജയരാജനെതിരെ നടപടിയെടുക്കുന്ന കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇ.പി. ജയരാജൻ ഈ കൺവീനർ സ്ഥാനം ഒഴിയും എന്നുള്ള രീതിയിൽ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നടപടി എന്ന് പറയുന്നത് ഒരു തരംതാഴ്ത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ.പി. ജയരാജൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വലിയ വിവാദമായിരുന്നു. അന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറെ താൻ കണ്ടിരുന്നു എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തു. വോട്ടെടുപ്പ് ദിവസം ഈ കാര്യം തുറന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞത് ഒരു ജാഗ്രത കുറവായാണ് CPM നേതൃത്വം വിലയിരുത്തുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇന്നത്തെ BJP ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടത് മുന്നണിക്ക് LDF കൺവീനറുടെ തന്നെ പക്വതയില്ലാത്ത ഈ പെരുമാറ്റം വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നൊരു വിമർശനം CPM ഈ തെരഞ്ഞെടുപ്പ് അവലോകന സമയത്ത് തന്നെ നടത്തിയിരുന്നു. അത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കി. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ തോതിലുള്ള പ്രയാസം ആ കൂടിക്കാഴ്ച ഉണ്ടാക്കി. അതിൽ ഒരു വിശ്വാസ്യത, LDF-ന്റെ ഒരു വിശ്വാസത്തൊക്കെ മങ്ങലേൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള വിമർശനം CPM-ന്റെ കമ്മിറ്റികളിലൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ വലിയ തോതിലുള്ള ചർച്ചയാകും. അതോടൊപ്പം തന്നെ തെറ്റിദ്ധരുത്തൽ പ്രക്രിയ അടുത്ത സമ്മേളന നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇ.പി. ജയരാജനെതിരെ നടപടിക്കുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറി നിൽക്കാനുള്ള ഒരു സന്നദ്ധത പാർട്ടിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ കൂടി അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇ.പി. ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ CPM പോകുന്നു. അതിനു മുമ്പ് രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് താൻ സ്വയം ഒഴിയുകയാണ് എന്ന് പാർട്ടിയെ അറിയിക്കുകയാണ് ഇ.പി. ജയരാജൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ
ഇത് സംബന്ധിച്ച അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകും. വൈകിട്ട് ഈ MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണും. ഈ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നടൻ മുകേഷ് MLA സ്ഥാനം രാജിവെക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം കൂടി ഉണ്ടാകാനാണ് സാധ്യത. കൃഷ്ണേന്ദു.